അല്പസമയം മുൻപാണ് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവർ പറയുന്നത് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കും, ഒപ്പം തന്നെ പുറത്തു വന്ന കണക്ക് MLA-മാരുടെ കണക്ക് അത് യഥാർത്ഥമല്ല എന്നുകൂടി പറയുകയാണ്. ഒപ്പം തന്നെ അല്പം മുൻപ് നടന്ന ഒരു കൂടിക്കാഴ്ച VD സതീശനെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിലുള്ള MLA-മാർ കാണാനെത്തി എന്നുള്ളതാണ്. അൻവർ സാദത്തും TJ വിനോദും അടക്കം അവിൻ വർക്കിയും അടക്കമുള്ള ഇപ്പോഴുള്ള നിയുക്ത MLA-മാർ അദ്ദേഹത്തെ കണ്ടിരുന്നവർ രമേശ് ചെന്നിത്തലയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന MLA-മാരാണ്. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. രമേശ് ചെന്നിത്തല തുടക്കത്തിൽ അതൃപ്തി പ്രകടമാക്കി ഗുരുവായൂരിലേക്ക് പോയി എന്നാണ് ജ്യോതികുമാർ ചാമക്കാല വിശദമാക്കിയതിന് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ജ്യോതികുമാർ ചാമക്കാലും തയ്യാറായിട്ടില്ല. എന്തായാലും ദീപാദാസ് മുൻഷി പറഞ്ഞ ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കും, അദ്ദേഹത്തിനും വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുമെന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഏത് തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല ആയിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ വെക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ക്യാബിനറ്റിലേക്ക് ഇല്ല എന്ന് ഉറച്ച തീരുമാനമടക്കമെടുത്ത രമേശ് ചെന്നിത്തലയെ ഏത് തരത്തിൽ അന്വയിപ്പിക്കേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ AICC ഒരു തീരുമാനം ഉടൻ തന്നെ കൈക്കൊള്ളും. അതിന് മുന്നോടിയായിക്കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന MLA-മാർ, ആ ഗ്രൂപ്പുള്ള MLA-മാർ ഇപ്പോൾ VD സതീശനുമായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ VM സുധീരനുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ഇത് കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ നിന്ന് നേതാവെ പ്രഖ്യാപിച്ച ശേഷം ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. ഇപ്പോൾ നമ്മൾ പാലക്കാട് ദൃശ്യങ്ങളിലേക്കാണ്. നേരത്തെ സംസ്ഥാനത്തുടനീളം VD സതീശന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഹ്ലാദ ആവേശപ്രകടനം നമ്മൾ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.